ഏത് ബിസിനസ് നടത്തുന്നവർക്കും അറിയാം, നല്ല കാലം ഉണ്ടാവും, ചീത്തക്കാലം ഉണ്ടാവും, മോശം സമയം ഉണ്ടാവാം. പാൻഡമിക് നമുക്കൊരു മോശം സമയമായിരുന്നു. ഈ പാൻഡമിക് വന്നു കഴിഞ്ഞപ്പോഴാണ്, സത്യത്തിൽ പ്രളയവും പാൻഡമിക്കൊക്കെ വന്നപ്പോഴാണ് നമ്മൾ സംരംഭകർ പോലും തിരിച്ചറിയുന്നത് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ശരിയല്ലേ? ചിലരൊക്കെ നമ്മൾ ഇട്ടിട്ട് പോയി. ചില സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എൻ്റെ കൂടെ നിരവധി സുഹൃത്തുക്കളാണ് എൻ്റെ കോച്ചിങ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുന്നത്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, സാറേ എനിക്കൊരു മോശം സമയം വന്നപ്പോൾ എൻ്റെ കൂടെ ആരും നിന്നില്ല, എൻ്റെ എംപ്ലോയീസ് പലരും ഓടിക്കളഞ്ഞു, പക്ഷേ അതിൽ 1-2 പേർ എനിക്ക് എത്ര വർഷം വന്നിട്ട് എൻ്റെ വലങ്കൈ ഇടങ്കൈയായി നിന്നു എന്നുള്ളത്. ഈ ബിസിനസ്സിൽ മോശം സമയം വരുമ്പോൾ ഇട്ടിട്ട് ഓടുകയാണോ വേണ്ടത് എന്ന ചോദ്യത്തിന് നമുക്കൊരു രസകരമായ ഒരു സ്റ്റോറി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഈ പോർക്യുപൈൻസ് കേട്ടിട്ടുണ്ടോ? ഈ പോർക്യുപൈൻസ് എന്ന് പറയുന്നത് മുള്ളംപന്നി. ഈ മുള്ളംപന്നി അതിന് നല്ല ശക്തി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുള്ള് വെച്ച് കൂട്ടിയാൽ ഇവൻ സിംഹവും പുലിയും കടുവയും വരെ ഓടും. പക്ഷേ അതിന് ദൈവം ഒരു കഴിവ് കൊടുത്തിട്ടില്ല. ഈ തണുപ്പ് കാലമായി കഴിഞ്ഞാൽ അത് വിറങ്ങലിച്ച് ചത്തുപോകും. പക്ഷെ അതിന് ദൈവം ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള മുള്ളംപന്നികളുമായി ചേർന്ന് നിന്ന് ചൂട് പകർന്നുകൊണ്ട് വേണമെങ്കിൽ രക്ഷപ്പെടാം. എങ്ങനെ? ചൂട് പകരണമത്രേ, ചേർന്ന് നിൽക്കണമത്രേ. ചേർന്ന് എന്താ പ്രശ്നം? മുള്ളു കൊത്തിക്കൊള്ളും. അപ്പോൾ ഈ മുള്ളു കൊത്തിക്കൊള്ളുമ്പോൾ ചിലത് അതിന് ആ വേദന സഹിക്കാനാണ്ടാവുമ്പോൾ പതുക്കെ പോയി മാറി ഒറ്റയ്ക്ക് ഇരിക്കാതെ വിറങ്ങലിച്ച് ചത്തുപോകും. ഇത് ചെറിയ വേദന സഹിച്ച് ചെറിയ ചോരയൊക്കെ പൊടിഞ്ഞ് പിടിച്ച് നിന്നവർ രക്ഷപ്പെടും. ശരിയാണ്, കാലം മാറി നമുക്കൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഇട്ടിട്ട് ഓടുമ്പോൾ മനസ്സിലാക്കുക, നമുക്കൊരു പ്രശ്നം വരുമ്പോഴും പലപ്പോഴും നമ്മളെ ഇട്ടിട്ട് ഓടും. ഏത് സംരംഭത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ആ സംരംഭം ഒരു പ്രശ്നത്തിലൂടെ പോകുമ്പോൾ കൂടെ നിൽക്കാൻ പഠിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യാൻ പഠിക്കുക. കാരണം അത്തരം ആൾക്കാരെ ആയിരിക്കും ആ സംരംഭകർ വീണ്ടും റെക്കഗ്നൈസ് ചെയ്യുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ ഇട്ടിട്ട് ഓടുന്നവരെ അല്ല നല്ല ജീവനക്കാരെന്ന് വിളിക്കുക.